ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു 5-6 ദിവസത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ, ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ടൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് സുഖമില്ലായിരുന്നു, ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ അത്ര വലിയ സുഖത്തിലായിരുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറച്ച് ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തീരെ ഒരു സുഖമില്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഇപ്പോഴും ഞാൻ ഓക്കെ ആയിട്ടില്ല, എന്നാലും ഞാൻ എന്നെ തന്നെ ഉന്തി തള്ളി വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് നിങ്ങൾ തംബ്നൈലിൽ കണ്ട പോലെ കുറച്ചൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ടൂത്ത് ബ്രേസസിനെ പറ്റിയിട്ടാണ്. എൻ്റെ ടൂത്ത് ബ്രേസസ് ജേണി, അതേപോലെ തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, എനിക്ക് പറ്റിയ തെറ്റുകൾ, പിന്നെ ഞാൻ പഠിച്ച ടൂത്ത് ബ്രേസസിൽ നിന്ന് എനിക്കുണ്ടായ കുറേ നല്ല കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ബ്രേസസ് ഇടാൻ പോകുന്ന ആൾക്കാർക്കും ഇപ്പോൾ ബ്രേസസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും ഭയങ്കര യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ലാഗ് അടുപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ബ്രേസസ് ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ഒരു ബ്രേസസിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ പല്ലിനുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പല്ലിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഉന്തിയിട്ടുമായിരുന്നു. അതേപോലെ തന്നെ ഈ 2 പല്ലില്ലേ, ഫ്രണ്ടിലുള്ള 2 ഈ ഒരു ആനപ്പല്ല്, അത് ഒന്നിൻ്റെ മേലെ ഒന്ന് കയറിയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ അടിയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കോന്ത്രം പല്ലില്ലേ, ഉള്ളിലൂടെ വരുന്ന ഒരു പല്ല്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു പല്ലിന്. അപ്പോൾ അതുവരെ ഞാൻ ഈ ഒരു ബ്രേസസ് ഇടുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടേ ഇല്ല. ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ പല്ലിൽ കമ്പി ഇടുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയും കരച്ചിലൊക്കെ വരും. ആ ഒരു മെറ്റൽസൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് ഇട്ടോരെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടി. ഈശ്വര, അവരിത് എങ്ങനെയാണ് ഇടുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ഞാൻ അങ്ങനെ സ്റ്റോറി പറയിപ്പിക്കും. സ്കൂളിലൊക്കെ ഒരു 10th-ലും +1-ഉം +2 ഒക്കെ ആയപ്പോൾ കുറേ ആൾക്കാരുണ്ടാവില്ല ഇത് ഇട്ടോര്, അവരെ കൊണ്ട് ഞാൻ അങ്ങനെ പറയിപ്പിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഇടാനുള്ള ആ ഒരു ഇതും കൂടെ പോവുകയാണ് ചെയ്യുക. അങ്ങനെ ഞാൻ ഇടണം എന്ന് എൻ്റെ മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ പല്ല് നല്ല ബോറായിരുന്നു. എനിക്ക് ചിരിക്കാൻ നല്ല കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് ചിരിച്ചിരുന്നത്. ഒരിക്കലും ഞാൻ വായ ഓപ്പൺ ചെയ്തിട്ട് ചിരിച്ചിട്ടേ ഇല്ലായിരുന്നു. എനിക്ക് അത്രയും ഒരു മടിയായിരുന്നു പബ്ലിക്കിലൊക്കെ ചിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ ബ്രേസസ് ഇടുന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടില്ല, കാര്യം എനിക്ക് അത്രയും പേടിയാണ്. പിന്നെ ഈ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ എത്തിയ സമയത്ത് കുറച്ചും കൂടെ നമ്മൾ വലുതായല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഒരു ധൈര്യമൊക്കെ കിട്ടും. പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായി, നീ ഇട്ടോ, കുറച്ചും കൂടെ നന്നാവും, ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഈ നിരന്തരമുള്ള വർത്താനവും പിന്നെ എൻ്റെ കുറച്ചും കൂടെ ഒരു ഊർജ്ജമൊക്കെ വന്നല്ലോ. അപ്പോൾ ഇടാം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തി. അങ്ങനെ ഞാൻ ഈ സെക്കൻഡ് ഇയർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു ഡോക്ടറിനെ പോയിട്ട്, നമ്മുടെ അവിടെ തിരൂരന്നുള്ള റിലീഫ് ഡെൻ്റൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ്, അവിടെ നിന്നാണ് ഒരുവിധം എല്ലാവരും ബ്രേസസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അങ്ങനെ അവിടെ പോയി ഞാൻ. അപ്പോൾ ആ സമയത്ത് ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും ഞാനും അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടനുള്ളപ്പോൾ എനിക്കൊരു ധൈര്യമാണ്, പ്രത്യേകിച്ച് ധൈര്യക്കേടൊന്നുമില്ല, എന്നാലും എനിക്ക് പേടിയുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും പേടി എന്തായിരുന്നു എന്ന് വെച്ചാൽ പല്ല് പറക്കുന്ന കാര്യത്തിലായിരുന്നു കേട്ടോ. ബ്രേസസിൻ്റെ കാര്യം എനിക്ക് അത്ര വലിയ പേടിയില്ല, ഇടുന്ന കാര്യമൊന്നും ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു. പറക്കുന്ന കാര്യത്തിലായിരുന്നു എനിക്ക് പേടി. അങ്ങനെ ഞാൻ അവിടെ പോയി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ഈശ്വര പറക്കല്ലേ, പല്ല് പറയ്ക്കാൻ മാത്രം പറയല്ലേ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ അവിടെ പോയി കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പല്ലൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, വായ നിറച്ചും പല്ലാണ്, 4 പല്ല് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അപ്പം തന്നെ എൻ്റെ ബോധം പകുതി പോയി. ഈ ഒരു ഇത്രയും ഉറച്ചു നിൽക്കുന്ന പല്ല് എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യായിരുന്നു. അപ്പോൾ അതിന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എത്രയും ചെറുപ്പത്തിൽ കമ്പി ഇടുന്നതാട്ടോ നല്ലത്. എനിക്ക് തോന്നുന്നു 12 വയസ്സിലേറ്റേ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യും നമുക്ക് കമ്പി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര നേരത്തെ ആക്കുന്നു അത്രയും നല്ലതാണ്. നേരം വൈകുന്നിടത്തോളം നമ്മുടെ ഈ പല്ലിങ്ങനെ ഉറച്ചു പോകാനുള്ള ചാൻസ് കൂടും, അപ്പോൾ പെയിനും കൂടും. ചെറുപ്പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഉറച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ പെയിന് കുറയും. അപ്പോൾ എത്രയും നേരത്തെ കമ്പിടാൻ തീരുമാനിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ഈ ഒരു ടൈമിലെന്ന് വെച്ചാൽ, അപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയി എന്ന് പറഞ്ഞാൽ പല്ല് അത്യാവശ്യം ഉറച്ചു നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഇങ്ങനെ പല്ലെടുക്കണം, അതും 4 പല്ല്, 2 പല്ലൊന്നല്ല 4 പല്ല്, വായ മൊത്തം പല്ലായതുകൊണ്ട് 4 പല്ലെടുക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞ്, എന്നാലും ഞാൻ ഓക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാം, വരുന്നോടത്ത് വെച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഏതായാലും ചെന്നതല്ലേ, ഇനിയിപ്പോൾ ഡിസിഷൻ മാറ്റണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി, അടുത്ത വരവിനുള്ള അപ്പോയിൻമെൻറ്റൊക്കെ വാങ്ങിയിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി.
അങ്ങനെ എൻ്റെ മനസ്സിൽ രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ തന്നെയാണ് പല്ല് പറിച്ചാൽ എന്താവും അവസ്ഥ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. ബ്രേസസ് ഇടുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നേ ഇല്ല, ഈ പറിക്കുന്നതിനെ പറ്റിയിട്ടാണ് എനിക്ക് ടെൻഷൻ. അങ്ങനെ ആ അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് വന്ന് അപ്പോഴും ഏട്ടനുണ്ടായിരുന്നു കൂടെ. അങ്ങനെ നമ്മൾ പോയി പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആദ്യം അവർ പല്ലൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ. നമ്മൾ ചെന്നാൽ പല്ലൊക്കെ ക്ലീൻ ചെയ്യും. എന്നിട്ട് പല്ല് പറിക്കുക. ഈ മേലത്തെയും താഴത്തെയും അങ്ങനെ 4 പല്ലാണ് എടുക്കുക. ഒരൊറ്റ നിരയെന്നല്ല, മേലെന്നൊന്ന് താഴ്ന്നൊന്ന് മേലെന്നൊന്ന് താഴ്ന്നൊന്ന്. അപ്പോൾ ഒരു സൈഡിലുള്ളത് ആദ്യം എടുക്കും, പിന്നെ ഈ ഒരു സൈഡിലുള്ളത് എടുക്കും. അങ്ങനെയാണ് എടുക്കാറ്. അങ്ങനെ 2 പല്ല് ഇൻ്റെത് പറിച്ചിട്ട് കിട്ടുന്നില്ല ഇവർ ഈ കട്ടിംഗ് പ്ലെയറും ആയുധങ്ങളൊക്കെ വെച്ചിട്ട് നിന്ന് വലിക്കുക, ബാക്കിലേക്ക് ഇങ്ങനെ വലിക്കുക. എൻ്റെ തല അങ്ങോട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട്. തരിപ്പിക്കും കേട്ടോ, മറ്റേ സംഭവമില്ലേ അത് തന്നിട്ട് തരിപ്പിക്കും. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് എടുത്തിട്ട് തരിപ്പിക്കും. അപ്പോൾ വേദന അറിയില്ല എന്നാണ് നോർമലി പറയുക. പക്ഷേ ഞാൻ വേദന അറിഞ്ഞിട്ടില്ലെങ്കിലും ലൈക്ക് നമ്മുടെ വായെന്നൊരു സാധനം ഇങ്ങനെ പറിച്ചെടുക്കില്ല. അപ്പോൾ അതിൻ്റെ അവർ പ്രയോഗിക്കുന്ന ആ ഒരു ബലം എനിക്ക് കറക്റ്റ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷൻ, കാര്യം എൻ്റെ വായെന്നൊരു പല്ലാണ് ഈ പോകുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് ഇവർ പിടിയും വലിയും കൂടി ഒരു പല്ലെടുത്തപ്പോൾ തന്നെ ഞാൻ പകുതി കാലിയായ അവസ്ഥയിലായി. കാര്യം ഇത്രയും നീളം ഉണ്ടായിരുന്ന ഒരു പല്ല് ആ വേരുള്ളോട്ടേക്ക് പോയിട്ട് നല്ല നീളമുള്ള ഒരു പല്ലായിരുന്നു. അങ്ങനെ പിന്നെ അതെടുത്ത് കഴിഞ്ഞാൽ നിവർത്തില്ലല്ലോ, അവിടെ നിന്ന് ഓടാൻ പറ്റൂലല്ലോ, അടുത്തത് കൊടുക്കണ്ടേ. അങ്ങനെ അടുത്തത് കൊടുത്ത് 2 പല്ലെടുത്ത് 2 പല്ല് എടുത്തിട്ട് അങ്ങനത്തെ ഒരു വേദന ഞാൻ ജീവിതത്തിൽ ഇതുവരെ സഹിച്ചിട്ടില്ല. ഈ ഒരു തരിപ്പ് പോയി കഴിഞ്ഞ ശേഷം അങ്ങനെ പല്ലെടുത്തിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ടാണ് വീട്ടിൽ പോയത്. ഈ ഓട്ടോ ഓരോ ഗട്ടർ ചാടുമ്പോഴും പഞ്ഞി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഞ്ഞി കടിച്ച് പിടിക്കാൻ പറയും, ഈ പല്ല് വെച്ച ഗ്യാപ്പിൽ അത് കടിച്ച് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ ഗട്ടർ ചാടുന്നിടത്തോളം ചോര ഇങ്ങനെ കുടുകുടേനെ ചാടുക, ഡ്രസ്സിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുക. ഒരു ഗട്ടർ ചാടുമ്പോൾ ചോര ചാടും, പിന്നെ ഒരു ഗട്ടർ ചാടുമ്പോൾ ചോര ഇങ്ങനെ വായിന്ന് ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോഴും തരിപ്പിച്ചുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. തരിപ്പൊക്കെ പോയി ഒരു രാത്രിയൊക്കെ ആയ സമയത്ത് എനിക്ക് തുടങ്ങി ഗൈസ് വേദനിക്കാൻ, ഒടുക്കത്ത വേദന. ഡോക്ടർ പെയിൻ ഉണ്ടാവുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമും തണുത്ത വെള്ളമൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തണുത്ത വെള്ളം പോയിട്ട് എനിക്ക് വായ തുറക്കാൻ വയ്യ. അമ്മ അതിൽ ഈ പറിച്ച 2 ഓട്ടം ഉണ്ടാവുമല്ലോ, അത് പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ജീവൻ എടുക്കുന്ന വേദന. അന്നും അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുടിച്ച പെയിൻ കില്ലറിന് കണക്കില്ല. ഇത് വേദന പോകാൻ വേണ്ടി ടാബ്ലറ്റ് തരുമല്ലോ, അത് ഒരു ദിവസം 1 കുടിക്കാൻ പാടുള്ളൂ. ഞാൻ 2, 3, 4 വെച്ച് വരെ കുടിച്ചിട്ടുണ്ട് എനിക്ക് വേദനിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ല, അതുപോലത്തെ ഒരു വേദന എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർക്ക് പല്ല് പറിക്കുമ്പോഴൊന്നും ഒരു വേദന ഇല്ല എന്ന് പറയുന്നവരുണ്ട്, പക്ഷേ എനിക്ക് നല്ല പെയിനായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഉണങ്ങി, മുറിവൊക്കെ ഉണങ്ങി. പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത 2 പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത്രയും ഞാൻ ഗ്യാപ്പ് ഇട്ടു. ഈ പല്ല് പറിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇവിടെ 2 വലിയ ഓട്ടമായിരുന്നു ചിരിക്കുമ്പോഴൊക്കെ. പക്ഷേ എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ ഒരു പെയിനായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ സൈഡ് പറിക്കുമ്പോഴും ഇതേ പെയിനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി പല്ല് പറിക്കണോ വേണ്ടേ, ഇനി അടുത്തത് പറിക്കണോ, ക്ലിപ്പ് ഇടണോ, അങ്ങനത്തെ ഒരു തീരുമാനം, അതായത് ബ്രേസസ് ഇടാനുള്ള തീരുമാനം ഞാൻ തൽക്കാലം നിർത്തിവെച്ച്. പിന്നെ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബോറായി തുടങ്ങി. ഇവിടെ 2 വലിയ ഓട്ട, പല്ലാണെങ്കിൽ ഉന്തിയിട്ട് ഭയങ്കര ബോറായിട്ട് തുടങ്ങി ചിരിക്കുമ്പോൾ. അപ്പം ഞാൻ എന്തെങ്കിലും വരട്ടെ തേങ്ങാന്ന് വിചാരിച്ചിട്ട് ഞാൻ 2ാമത്തെ ഈ സൈഡത്തെ പല്ലും എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഏട്ടൻ നാട്ടിലില്ലായിരുന്നു, ഞാനും അമ്മയും കൂടി ആട്ടോ പോയത്. അതിൻ്റെ ടെൻഷൻ വേറെ. എനിക്ക് ഒറ്റയ്ക്കാകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഏട്ടൻ്റെ കുറച്ചും കൂടെ ധൈര്യം തരും. അപ്പോൾ ഈ സൈഡത്തെ പല്ലും അങ്ങനെ പറിച്ച്. ഈ സൈഡത്തെ പല്ല് ഇതിനേക്കാൾ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു, വലിച്ചിട്ട് കിട്ടണേയില്ലായിരുന്നു. ഡോക്ടർ തന്നെ പറഞ്ഞു ഭയങ്കര ഇതാണല്ലോ, വലിച്ചിട്ട് കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വലിച്ചെടുത്ത് അങ്ങനെ ഈ സൈഡത്തെ 2 പല്ലും പോയി, ഈ സൈഡത്തെ 2 പല്ലും പോയി. ആ ടാസ്ക് കഴിഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഓക്കെയായി. ഇനി എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിക്കായി. കാരണം മെയിനായിട്ടുള്ള ആ വേദന എനിക്ക് അങ്ങോട്ട് പോയി. ഇത് പറിച്ചപ്പോഴും അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ നല്ലോണം ടാബ്ലറ്റ് കുടിച്ചിട്ടുണ്ട് വേദന പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുടിക്കാൻ പാടില്ല, പക്ഷെ ഞാൻ നല്ലോണം കുടിച്ചിട്ടുണ്ട്. അങ്ങനെ പല്ല് പറിക്കുന്നുള്ള ആ ടാസ്ക് കഴിഞ്ഞ്. അങ്ങനെ നമുക്ക് ബ്രേസസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ബ്രേസസ് ഇടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ 3 ഓപ്ഷനാണ് മെയിനായിട്ട് അവരെനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മെറ്റൽ ബ്രേസസ്, ഒന്ന് നമ്മുടെ സെറാമിക് ആയിട്ടുള്ള ബ്രേസസ്, ഒന്ന് ഇൻവിസിബിൾ അലൈനേഴ്സ്. അങ്ങനെ 3 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മെറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു സ്റ്റീൽ കമ്പി ഇട്ട പോലെ കറക്റ്റ് പുറത്തേക്ക് വിസിബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ സെറാമിക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ട് അതിൽ വരുന്ന ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറിൽ ക്ലിയർ ആയിട്ട്
ഉള്ളതായിരിക്കും. പിന്നെ മറ്റേത് ഇൻവിസിബിൾ അലൈനേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പാകത്തിന്, അതായത് ഓരോ മാസവും പോയിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വാങ്ങേണ്ട ഒരു ടൈപ്പില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പാണ് അലൈനേഴ്സ്, ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ട സമയത്ത് ഇതിൻ്റെയൊക്കെ ഫോട്ടോയ്ക്ക് കാണിച്ചു തന്നിട്ടുണ്ടായി 3ൻ്റെയും ഇട്ടിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ കണ്ട സമയത്ത് എനിക്ക് കൂടുതൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഈ ഒരു സെറാമിക് ആയിട്ടുള്ള ബ്രേസസ് ആയിരുന്നു കേട്ടോ. അവിടെയാണ് എനിക്ക് ആകെ കൂടെ തെറ്റ് പറ്റിയത് ഈ ഒരു സംഭവം ചൂസ് ചെയ്യുന്നതിൽ. അങ്ങനെ ഞാൻ ഈ ഒരു സെറാമിക് ആയിട്ടുള്ള ബ്രേസസ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെറ്റൽ കുറച്ചും കൂടെ വിസിബിൾ ആയിരിക്കുമല്ലോ, അപ്പോൾ ഞാൻ ഈ സെറാമിക് സെലക്ട് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ സെറാമിക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, മെറ്റലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരുന്നു കേട്ടോ. 15ൻ്റെ ഉണ്ട്, 20ൻ്റെ ഉണ്ട്, 25ൻ്റെ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ സെറാമിക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന സമയത്ത് 55,000 ആയിരുന്നു. 55,000 ടു അങ്ങോട്ട് എന്തോ ഉണ്ട്. എനിക്കിട്ടത് 55,000ൻ്റെ സെറാമിക് ആയിരുന്നു. പിന്നെ ഈ ക്ലിയർ അലൈനേഴ്സ് അന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് അതിനില്ല, അത്ര അധികം ആൾക്കാരൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കോസ്റ്റ് വരുന്നത് ഏകദേശം 1 lakh to 2 lakh അങ്ങനെയൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതേതായാലും നമ്മളെ കൊണ്ട് താങ്ങൂലല്ലോ. അങ്ങനെ ഞാൻ സെറാമിക് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരും കാണൂലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സെറാമിക് സെലക്ട് ചെയ്തത്. അവിടെ എനിക്ക് ടോട്ടലി പണി വാളിപ്പോയി. അങ്ങനെ ഞാൻ ഈ സംഭവം ഇട്ടു, സെറാമിക് ഇട്ടു. സെറാമിക് ഇട്ടിട്ട് നമ്മൾ മെറ്റൽ ഇടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ബ്രാക്കറ്റ് അവിടെ വെപ്പിച്ചിട്ട് പിന്നൊരു ദിവസമാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള കമ്പി ഇടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ സെറാമിക് ഇട്ട സമയത്ത് ഈ കമ്പിയും ബ്രാക്കറ്റൊക്കെ ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെയായിരുന്നു എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ്, ഈ മെറ്റലും സെറാമിക്കും തമ്മിലുള്ള വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ മെറ്റലിന് നമുക്ക് ഈ ഒരു ലാസ്റ്റ് അണക്കത്തെ പല്ലിന് ഒരു ക്യാപ്പ് ഇടും വട്ടത്തിൽ, അത് ഇട്ടവർക്കറിയാം. റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വരുത്തിയിട്ട് പിന്നെ ഒരു ക്യാപ്പ്, സ്റ്റീലിൻ്റെ ഒരു ക്യാപ്പ് ഇടും അവിടെ. പക്ഷെ അത് ഈ സെറാമിക്കിലില്ല. ഇനി എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ആ സംഭവം ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ എനിക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര പെയിനാണെന്നാണ് ഇട്ട ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ എനിക്കില്ലായിരുന്നു. എനിക്ക് ആ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. കാര്യം ഒരു ഗ്യാപ്പ് വരുത്തിയിട്ട് പല്ലിൻ്റെ ഇടയിൽ കൂടെ ഒരു ക്യാപ്പ്, ഒരു വട്ടത്തിലുള്ളൊരു ക്യാപ്പ് കുത്തി കയറ്റുകയാണല്ലോ, ആ ഒരു സംഭവം എനിക്ക് പെയിൻ ഉണ്ടായിട്ടില്ല, അത് ഇട്ടിട്ടില്ല. അങ്ങനെ എനിക്ക് അന്ന് ഒരൊറ്റ ദിവസത്തോടെ തന്നെ ഈ കമ്പിയും ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ വായ പൂട്ടാൻ ഇട്ട ദിവസം വായ പൂട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇട്ട നേരം പെയിനും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇട്ടിട്ടല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ പെയിനും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ഭയങ്കര ഓക്കെയാണ്, ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. വായ പൂട്ടാൻ ഇങ്ങനെയായിരുന്നു ഞാൻ പൂട്ടിയിട്ടുണ്ടായിരുന്നത്. വായ പൂട്ടുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇതിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്വഭാവം അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് പറ്റിയ തെറ്റിനെ പറ്റി ഞാൻ ബോധേഡാവുന്നത്. ഇതിൽ സ്റ്റെയിൻ ആവാൻ തുടങ്ങി. ലൈക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട ഫുഡൊക്കെ അല്ലേ കഴിക്കുക, കാപ്പിപ്പൊടി അതൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ആ കട്ടയാണ്, ഫ്രണ്ടിലുള്ള കട്ടയാണ്. അതിൻ്റെ ചുറ്റും ഒരു റബ്ബർ ബാൻഡ് ഇടും, അതവിടെ ടൈറ്റായിട്ട് ഈ ഒരു കമ്പിയും ബ്രാക്കറ്റും കൂടെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇടും. ഈ റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. ഈ ഒരു റബ്ബർ ബാൻഡുമ്മ സ്റ്റെയിൻ വരാൻ തുടങ്ങി. ബ്രാക്കറ്റും എല്ലാം ചുറ്റും ഇടുന്ന ഒരു റബ്ബർ ബാൻഡുമ്മ സ്റ്റെയിൻ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഈ ഒരു മഞ്ഞപ്പൊടിയെന്നും ഒക്കെ ഇട്ടുന്നു. അപ്പം ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബ്രഷ് ചെയ്തൊക്കെ നോക്കി, ഈ ഒരു കളർ പോകുന്നില്ല. അപ്പം കറക്റ്റ് നമ്മൾ പല്ല് തേക്കാതിരുന്നാൽ ഉണ്ടാവുന്ന ഒരു കറ പിടിച്ച പോലെയായി ലാസ്റ്റ് ചിരിക്കുമ്പോഴൊക്കെ. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് ഗൂഗിളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു സ്റ്റെയിൻ പോവില്ല എന്നാണ്. ലൈക്ക് ഈ ഒരു റബ്ബർ ബാൻഡ് പൊട്ടിപ്പോവും. ഈ ഒരു റബ്ബർ ബാൻഡ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുമ്പോൾ അവർ വേറെ റബ്ബർ ബാൻഡ് ഇടും. വേറെ റബ്ബർ ബാൻഡ് ഇട്ടാലും ആ ഒരു റബ്ബർ ബാൻഡും ഈ ഒരു സ്റ്റെയിൻ പിടിക്കും. കാര്യം ക്ലിയർ ആണ്. പക്ഷേ മെറ്റലിന് ഈ ഒരു സ്റ്റെയിൻ അങ്ങനെ അങ്ങോട്ട് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഇല്ല. അങ്ങനെ അങ്ങോട്ട് എന്നല്ല, അധികവും അത് വിസിബിൾ ആവില്ല. പക്ഷേ സെറാമിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റെയിൻ നല്ലോണം വിസിബിൾ ആവും. അപ്പം ഞാൻ ആരായി, നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടിട്ട സാധനം നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അറിഞ്ഞ് അതാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ആകെ കൂടെ പറ്റിയൊരു തെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. പിന്നെ അത് നമ്മൾ മാസാമാസം ടൈറ്റ് ആക്കാൻ പോകണം. അവരൊരു ഡേറ്റ് തരും, ആ ഡേറ്റിന് പോയിട്ട് ടൈറ്റ് ആക്കണം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈറ്റ് ആക്കലിന് പോയി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥയെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല പെയിനാണ് ഗൈസ്. ഇത് ടൈറ്റ് ആക്കും. അതായത് നമ്മളിപ്പോൾ പല്ലിനിങ്ങനെ ഒരു ബ്രേസസ് ഇട്ടിക്കുകയാണല്ലോ, അത് പല്ല് ഉള്ളോട്ടേക്ക് പോകണ്ടേ, അങ്ങനെ നിന്നാൽ പോരല്ലോ. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ തിരിക്കുന്ന സാധനം ഉണ്ടാവും, 2 കമ്പി വയറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് വലിച്ചിട്ട് അങ്ങോട്ട് ടൈറ്റ് ആക്കി വെക്കും. അങ്ങനെയാണ് ഇത് ടൈറ്റ് ആക്കുന്നത്. അപ്പോഴല്ലേ ഇതിനൊരു പ്രഷർ കിട്ടുകയും ഇത് ഉള്ളിലേക്ക് പോവുകയും ചെയ്യുള്ളൂ. അങ്ങനെ ടൈറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പല്ലുകൊണ്ട് മറ്റേ പല്ലിനെ ഇങ്ങനെ തൊട്ടാൽ പോലും വേദനയല്ല, കടച്ചിൽ. ഈ പല്ലൊന്നും ഇവിടെ
ഇളകി നിൽക്കുക എന്ന് തോന്നും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഭയങ്കര കടച്ചിൽ, ഈ കടുന്നലൊക്കെ കുത്തിയാൽ നമ്മുടെ കൈയിൻ്റെ ഒരു ഭാഗത്തൊരു കടച്ചിലുണ്ടാവില്ലേ, അതിൻ്റെ 10 ഇരട്ടി കടച്ചിൽ നമ്മുടെ പല്ല് മുഴുവൻ കിടന്നിങ്ങനെ കടയും. അതൊരു 1-2 ദിവസത്തിനുണ്ടാവും, പിന്നെ ഓക്കെ ആവും. ഒരു മാസം ഒരു 1-2 ദിവസം നമ്മൾ അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പെയിൻ സഹിക്കണം. പിന്നെ ഈ ബ്രേസസ്, പിന്നെ മെറ്റൽ ബ്രേസസിനെ വെച്ചിട്ട് ഇൻ്റെ ബ്രേസസിന്, ഞാൻ ഇട്ട ബ്രേസസിനുള്ളൊരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാൽ കട്ട് കുറവാണ്. കാര്യം മെറ്റൽ ബ്രേസസിന് ഈ ഒരു ബ്രാക്കറ്റ്, ഇങ്ങനെ ഫ്രണ്ടിലുള്ള ബ്രാക്കറ്റ് സ്റ്റീൽ ആയതുകൊണ്ട് ചുണ്ട് മുറിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് അത്രയും ഇല്ലായിരുന്നു. പിന്നെ ചുണ്ട് മുറിഞ്ഞാൽ നമുക്ക് അത് ഒട്ടിച്ച് വെക്കാനുള്ള വാക്സും കാര്യങ്ങളൊക്കെ തരും. പക്ഷേ മെറ്റൽ ബ്രേസസിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ബ്രേസസിന് അങ്ങനെ കട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരുന്നു. അതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. പക്ഷേ ഈ കളറ് അത് സഹിക്കൂല. ദയവ് ചെയ്തിട്ട് നിങ്ങൾ സെറാമിക് ബ്രേസസ് അത് ഇൻവിസിബിൾ ആണെന്ന് വിചാരിച്ചിട്ട് ഇടരുത്, ദയവ് ചെയ്തിട്ട് ഇടരുത്. ഞാൻ പിന്നെയും പറയുകയാണ്, അതിൻ്റെ ഒരു കളർ അത്രയും അൺസൈക്കബിൾ ആണ്. അതിലും നല്ലത്, എത്രയോ നല്ലത് മെറ്റൽ ബ്രേസസ് ആണ്. പെയിന് മറ്റേനേക്കാളും കുറവാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കളർ ആരും കണ്ടാൽ സഹിക്കൂല, അത്രയും ബോറാണ്. സോ അത് ഇടരുത്, ജന്മത്തിൽ ആരും ഇടരുത്. പിന്നെ കുറച്ച് എമൗണ്ട് ഒക്കെ എടുക്കാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എനിക്ക് തോന്നുന്നു ഇൻവിസിബിൾ ആയിട്ടുള്ള അലൈനേഴ്സ് ആണ്. അതാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ റിമൂവ് ചെയ്യാം. കുറച്ച് കോസ്റ്റ്ലി ആണെന്നുള്ളൂ, പക്ഷെ അതാണ് നല്ലത്. അങ്ങനെ എടുക്കാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ മെറ്റലാണ് നല്ലത്. ഇതിൻ്റെ നടുവിലുള്ള ഈ സെറാമിക് ഒരിക്കലും ഉപയോഗിക്കരുത്. അങ്ങനെ പിന്നെ പല്ല് ടൈറ്റാക്കി. എനിക്ക് ടൈം പറഞ്ഞിരുന്നത് ഒരു വർഷമാണ് കേട്ടോ. പക്ഷെ 1 വർഷമൊന്നും അല്ല, എൻ്റെ അത് 2 വർഷത്തോളം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഡിഗ്രി 3rd ഇയർ കഴിഞ്ഞു, പിന്നെ അതേപോലെ തന്നെ PG ഫസ്റ്റ് ഇയർ വെക്കേഷനായിട്ടാണ് ഞാൻ എൻ്റെ ബ്രേസസ് റിമൂവ് ചെയ്തത് കേട്ടോ. പക്ഷേ റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. എന്തുകൊണ്ടും ഞാൻ ലൈഫിൽ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സ്മൈൽ ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എൻ്റെ മുഖത്തേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ പല്ലാന്നേ പറയുള്ളൂ. ഞാൻ അത്രയും അതിൽ കംഫർട്ടബിളാണ്. ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എടുത്ത ടൈമിലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നടോ. കാര്യം എന്താ അറിയോ, എന്തോ ഒരു സാധനം നമ്മുടെ വായെന്ന് ഒഴിഞ്ഞു പോയ മാതിരി. എനിക്ക് സത്യം പറഞ്ഞാൽ പല്ലൊക്കെ താന്ന് കഴിഞ്ഞിട്ട് ആ ബ്രേസസ് ഇട്ടിട്ടുള്ള ഒരു ലുക്കായിരുന്നു എനിക്കിഷ്ടം. അത് പോയപ്പോൾ എന്തോ ഒന്നിൻ്റെ മുഖത്തുനിന്ന് ഒഴിഞ്ഞു പോയ മാതിരിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ കറേൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പോയത് നന്നായി എന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുവരെ എടുത്തു കഴിഞ്ഞിട്ട് റീറ്റെയിനേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ കുറേ ഫ്രണ്ട്സിനോട് റെഫറൻസ് ചോദിച്ചിട്ടാണ് ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിപ്പ് ഇടുന്നതൊക്കെ ഓക്കെ, പക്ഷേ ഈ ക്ലിപ്പ് ഊരിക്കഴിഞ്ഞാൽ റീറ്റെയിനേഴ്സ് എന്തായാലും ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് പല്ലിന് വീഴും. അതിനുള്ളൊരു ചാൻസ് നല്ലോണം ഉണ്ട്. സോ റീറ്റെയിനേഴ്സ് ഉപയോഗിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കാണിച്ചു തന്നത് 3 ടൈപ്പ് ഓഫ് റീറ്റെയിനേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ റിമൂവ് ചെയ്യുന്ന റീറ്റെയിനേഴ്സ് ആണ്. പിന്നെ 2 എന്ന് പറയുന്നത് ഈ ഇൻവിസിബിൾ അലൈനേഴ്സ് പോലത്തെ റീറ്റെയിനേഴ്സ് ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഊരി വെക്കാം, അങ്ങനത്തെ റീറ്റെയിനേഴ്സ്. അത് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേ റിമൂവബിൾ ആയിട്ടുള്ള റീറ്റെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ അണ്ണാക്കിലേക്ക് ഒരു തൊപ്പി പോലെ വരും, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ 3ാമത്തെ ഒരു റീറ്റെയിനർ എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഒരു അടിയിലും മേലുമായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു കമ്പി പോലെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു റീറ്റെയിനർ. അപ്പോൾ ഏറ്റവും പൈസ കുറവ്, ഓൾറെഡി ഞാൻ 55,000 പോയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പൈസ കുറവ് ഈ ഒരു റിമൂവബിൾ, അതായത് ഈ ഒരു തൊപ്പി വരുന്ന ടൈപ്പ് ഓഫ് റീറ്റെയിനേഴ്സ് ആയതുകൊണ്ട് അതിന് ഒരു പെയറിന് 1500 അങ്ങനെ എന്തായിരുന്നു. മേലേക്കും കിട്ടും താഴേക്കും കിട്ടും. ഞാൻ അതാണ് സെലക്ട് ചെയ്തത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ പാപ്പരായിരിക്കുകയാണ്, ബഡ്ജറ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്ത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു റീറ്റെയിനർ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാര്യം ഭയങ്കര ഒരു ഇടുമ്പോഴും ഊരുമ്പോഴൊക്കെ നമ്മൾ ഒരു പബ്ലിക്കിലൊക്കെ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ഇടാനും ഊരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വായ ഭയങ്കര ഡ്രൈ ആയി പോകും, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ റീറ്റെയിനർ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഫിക്സഡ് ആയിട്ടുള്ള റീറ്റെയിനർ ഇല്ലേ, അത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാം. അത് വെച്ചാൽ ആരും കാണൂല, സേഫാണ്. പിന്നെ നമുക്ക് ഊരി എടുക്കും വേണ്ട. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ റീറ്റെയിനറൊക്കെ വാങ്ങി ഞാനിപ്പോഴും റീറ്റെയിനർ ഉപയോഗിക്കുന്നുണ്ട്. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ ദിവസവും ലൈഫ് ലോങ് അസറ്റാണ്, ലൈഫ് ലോങ് നൈറ്റ് റീറ്റെയിനർ യൂസ് ചെയ്യുക. പിന്നെ അത് ഊരിയ ടൈം തൊട്ടിട്ട് 1 കൊല്ലം വരെ പകലും രാത്രി യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രാത്രി മാത്രം ലൈഫ് ലോങ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോഴും അതേപോലെ ചെയ്യലുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് മടിയുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഡേ വിട്ടിട്ട് രാത്രി മാത്രമാണ് ഉപയോഗിക്കാറ്. അതായത് ഒന്നരാടം കൂടുമ്പോഴാണ് ഞാൻ റീറ്റെയിനർ വെക്കാറ്. പക്ഷെ ഞാൻ റീറ്റെയിനർ വെക്കാതെ ഒരാഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ 2-3 ദിവസത്തെ കൂടുതലൊന്നും ഇരിക്കാറില്ല. കാരണം എനിക്കറിയാം എത്രയും വേദന സഹിച്ചിട്ടാണ് ഞാനത് ഇട്ടതെന്ന്.
ഇടാൻ പോകുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റീറ്റെയിനേഴ്സിൻ്റെ കാര്യം മനസ്സിൽ വെച്ചേക്കുക. റീറ്റെയിനേഴ്സ് എന്തായാലും ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങളിട്ട ക്ലിപ്പിന് ഒരു ഗുണവും ഇല്ലാതായി പോവും. കാര്യം നമ്മളൊരു 2-3 വർഷത്തോളം പല്ലിന് അത്രയും പ്രഷർ കൊടുത്തിട്ടാണ് അതിൻ്റെ ഗ്യാപ്പ്, ഈ പറിച്ച ഗ്യാപ്പ് അടയ്ക്കുന്നതും ഈ കോന്ത്രം പല്ലിനെ ശരിയാക്കിയതും ഈ പൊന്തിയ പല്ലിനെ ശരിയാക്കിയതും ഒക്കെ. അത് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ എടുക്കുകയാണ്, പിന്നെ ആ പ്രഷർ നമ്മുടെ പല്ലിന് കിട്ടണില്ല. അപ്പോൾ അതൊന്ന് റീറ്റെയിൻ ചെയ്ത് വെക്കണം. അതായത് ഡോക്ടർ പറയുന്ന ഗ്യാപ്പിൽ ഈ സംഭവം ഇട്ടിട്ട് അത് അതേപോലെ ആ ഒരു പ്രഷർ പിന്നെയും അതിന് കൊടുക്കണം, എന്നാലേ അത് അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പല്ല് പിന്നെയും മൂവ് ചെയ്യാൻ തുടങ്ങും, ഗ്യാപ്പ് വരും, പറച്ചോടത്ത് ഗ്യാപ്പ് വരാൻ തുടങ്ങും, പല പ്രശ്നങ്ങളുണ്ടാവും, പൊന്താൻ തുടങ്ങും. അതിനാ ഒരു കൊടുത്ത പ്രഷർ നമ്മൾ പെട്ടെന്ന് റിലീസ് ചെയ്യില്ല. അപ്പോൾ അത് പിന്നെയും അതിൻ്റേതായ സ്ഥാനത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ റീറ്റെയിനേഴ്സ് എന്തായാലും ഉപയോഗിച്ചോളാം, അതിലൊരു ഇതും വരുത്തരുത്. ഇനി നിങ്ങൾ റീറ്റെയിനേഴ്സ് ഉപയോഗിക്കാതെ പല്ലിന് ഗ്യാപ്പ് വന്ന് പിന്നെയും പൊന്തി എന്നൊക്കെ വിചാരിക്കുക, പിന്നെയും നിങ്ങൾ ഒന്നെന്ന് പോയിട്ട് ക്ലിപ്പ് ഇടണം. ഈ ബ്രേസസ് ഇടുന്ന പ്രൊസീജിയർ ഒന്നെന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, ഈ റീറ്റെയിനേഴ്സ് എന്തായാലും കറക്റ്റിന് ഉപയോഗിക്കുക. അപ്പോൾ ബ്രേസസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ പല്ല് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റ് നമ്മളെ പല്ലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആകെ പ്ലേക്കൊക്കെ പിടിച്ച് മോശം കണ്ടീഷനായിട്ട് മാറും, പിന്നെ പല്ല് എവിടെയും തുറന്നു കാട്ടാൻ പറ്റൂല. അപ്പോൾ നല്ലോണം വൃത്തിയാക്കി കൊണ്ട് നടക്കുക. ഈ ബ്രേസസിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ബ്രഷ് ഇവർ സെപ്പറേറ്റ് ചെറിയ ബ്രഷ് ഉണ്ടാവും, അത് തരും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് 2 നേരം മൗത്ത് വാഷൊക്കെ ഇട്ടിട്ട് പല്ല് നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുക. കട്ടിയുള്ള ഫുഡ് ദയവ് ചെയ്ത് നിങ്ങൾ കടിച്ചു പൊട്ടിക്കാൻ നിൽക്കരുത്. ലൈക്ക് ചക്ക വറുത്തത്, അതേപോലെ തന്നെ മിച്ചറൊന്നും വലിയ കുഴപ്പമില്ല, ചക്ക വറുത്തത്, കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചിക്കൻ്റെ എല്ല്, അതൊന്നും കടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. വലിച്ച് അത് ബ്രേസസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എനിക്ക് 2-3-4 പ്രാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് നമ്മളിതൊക്കെ കടിക്കുന്ന സമയത്ത്, ബലമുള്ളത് കടിക്കുന്ന സമയത്ത് ഈ ബ്രേസസ് ഒരു ഗമ്മ് വെച്ചിട്ടാണല്ലോ ഇതിൻ്റെ ബ്രാക്കറ്റ് ഒട്ടിക്കുന്നത്, അത് ഇളകിപ്പോരും. ഇളകിപ്പോന്ന് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് ഒരു പ്രാവശ്യമല്ല, 2-3-4 പ്രാവശ്യം ഉണ്ട്. ഇളകി പോന്നിട്ട് ഞാനിത് പൊതിഞ്ഞ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് 2-3 ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയില്ല. 2 കൊഴിഞ്ഞു പോയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ സാധനം, ഈ ഒരു ബ്രാക്കറ്റ് ഇളകി പോന്ന് കഴിഞ്ഞാൽ ഈ ഒരു വയറ് ലൂസാവും. അപ്പോൾ അവർക്ക് ഈ ഒരു നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഈ ബ്രാക്കറ്റ് ഈ പല്ലിൻ്റെ മേലെ വെക്കാൻ പറ്റൂല, അവർ പുതിയതെടുത്തിട്ടാണ് വെക്കുക. പുതിയതെടുത്ത് വെക്കുമ്പോൾ ഓരോ പുതിയതിനും 500 രൂപ വെച്ചിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവർ പിന്നെയും എക്സ്ട്രാ പൈസ പോവുകയാണ് ചെയ്യുക. അപ്പോൾ മാക്സിമം കഴിയണതും ഈ ഒരു ബ്രാക്കറ്റ് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും അത് പൈസ ചിലവുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന ഒരു ടൈം പീരീഡിൽ തന്നെ നമ്മൾ പല്ല് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക, അതിൽ ലാഗ് അടുപ്പിക്കരുത്. ലാഗ് അടുപ്പിച്ചാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പ് വായിൽ കിടക്കുന്ന സമയവും ലാഗായി പോവും. അവർ ഏത് ഡേറ്റ് ആണോ തരുന്നത് ആ ഡേറ്റിന് പോയിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്യുക. പിന്നെ അവർ നമുക്കൊരു ടൈം പീരീഡ് പറഞ്ഞു തരുമല്ലോ, ഒരു 1 വർഷം 2 വർഷം അങ്ങനെ പറഞ്ഞു തരും. അതൊരു ജസ്റ്റ് ഒരു കണക്ക് മാത്രമാണ്. ആ ടൈം എടുത്തിട്ട് തന്നെ പല്ല് നേരെ ആവണം എന്നില്ല. അതിലും കൂടുതൽ ടൈം എടുക്കാം, അതിലും കുറവ് ടൈം എടുക്കാം. അതൊക്കെ ആ ഒരു പല്ലിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പറയുന്ന ടൈം പീരീഡിനെ എക്സാക്റ്റ് കണക്കാക്കിയിട്ട് നമ്മൾ വെക്കരുത്. ഇൻ്റെത് 1.5 വർഷം പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടും പിന്നെ പല്ലിൻ്റെ ഒരു പ്രോഗ്രസ് ഒക്കെ വെച്ചിട്ട് 2.5 വർഷം 2 വർഷത്തോളമായി. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു കണക്ക് മാത്രമാണ്. ബ്രേസസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് സെലക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്ലിയർ ആയിട്ടുള്ള സെറാമിക് ബ്രേസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മെറ്റലാണ് അതിലും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ റീറ്റെയിനേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റീറ്റെയിനേഴ്സ് ഉണ്ട്, അത് കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ലേ കംഫർട്ടബിൾ ആണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റിമൂവബിൾ കുറച്ച് പാടാണ്. അതേപോലെ തന്നെ റീറ്റെയിനേഴ്സ് ഡോക്ടർ പറഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ കണ്ടീഷൻ പിന്നെയും മോശമാവും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു ബ്രേസസ് ജേർണിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു ബ്രേസസ് ജേർണിയിൽ A to Z വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം. ബൈ.